ആ ഇജെന്തേ നീച്ച് വരാഞ്ഞൊന്നും ഞാൻ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ അത് പിന്നെ നമ്മുടെ അബുവിന്റെ സുന്നത്ത് കല്യാണേ. അതൊന്നുമില്ല, അതെ അബു നീച്ചില്ലാന്ന് പറ്റി ചോദിച്ചതാ എന്നോട്. അതന്നെ നമ്മൾ ചോദിച്ചത്. ഒരു സുന്നത്തില്ല ഒരു ഫർളുമില്ല. മുണ്ടാതെ എന്റെ പണി നോക്കി പോയിക്കാണ്ട് രണ്ടാക്കും എന്തോ കളലശനുണ്ട്. എന്നോട് മുണ്ടാണ്ടിരിക്കണം. അങ്ങനെ ചിന്നിക്കുട്ടി പൊട്ടത്തേക്കാന്ന് വിചാരിച്ചണ്ട. ഞാൻ ഇതെന്തായാലും കണ്ടുപിടിച്ചു. എത്ര മനസ്സിൽ നിങ്ങളെ കഥ. ആ ചിന്നിക്കുട്ടി അങ്ങനെ അറിഞ്ഞാലേ അവൾ അബുവിനോട് പോയി പറയില്ലേ, പിന്നെ മോനെ ഇവിടെ മാഷിട്ട് നോക്കിയാൽ കാണാണ്ടാവോ? അത് പിന്നെ ഇച്ചതിന്റെ ഓർമ്മ തന്നെ ഇല്ലേനു. നിങ്ങൾക്ക് എത്തല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവല്. നിങ്ങൾ തലയൊരു ചട്ടിയും കത്തിച്ച് ഇങ്ങനെ നടക്കും. അവന്റെ പാത്തോ ഏതൊരു പോലീസുകാരനെ തെറ്റ് പറ്റൂലേ. ക്ഷമിക്ക്. ശരി, നിങ്ങളവിടെ ഇരിക്കി, ഞാൻ ചായ കൊണ്ടുവരാം. അവന്റെ പഠിച്ചോനെ കഴിച്ചില്ലായി. അളിയാനാണല്ലോ വരുന്നത്. പാത്തോ ചായ ഒരു ഗ്ലാസും കൂടി എടുത്തോ. ഹലോ, ജമാല് വന്നാ? ഓൻ വരുന്നുണ്ട്. വലൈക്കും അസ്സലാം. എത്താ ജമാല എന്റെ കോലം? ഇന്റെ വർത്താനൊക്കെ നല്ല വർത്താനം. എത്ര നിങ്ങളെ വർത്താനം? നിങ്ങൾ പറ്റ ക്ഷീണിച്ചക്കാലളിയാ. നിങ്ങക്ക് കൊഴപ്പൊന്നുമില്ലല്ലേ? അവന്റെ പഠിച്ചോനെ ഈ ഹിമാലിന്റെ നെഞ്ചും കൂടി തല്ലി ചതച്ചെന്നാ തോന്നുന്നുണ്ട്. ഇന്നത്തെ ജമാല എന്റെ കജൊക്കെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നത് അതിനുള്ളിൽ ബലൂൺ വീർപ്പിച്ചാ. ബലൂണാ? ഇതെത്താളിയ നിങ്ങളെ കഥ. ഞാനേ മിസ്റ്റർ കേരളാണ്. മിസ്റ്റർ കേരള അത് അറിയാം. നിങ്ങക്ക് കുറച്ചെങ്കിലും അന്തണ്ടെങ്കിൽ നിങ്ങളെ മന്ദബുദ്ധി നിങ്ങളും വിളിച്ചേന്. എത്ത് കേരള ഇന്ത്യ ആയാലെത്താ പയമ്പൊരിക്ക് റബ്ബർ ഇട്ട മാരിണ്ട് എന്റെ കോലം. പാത്തോ എന്റെ ആങ്ങളത വന്നിക്കണ്. ഇങ്ങോട്ട് വാ. ചിന്നുകുട്ടിയെ എത്ത പാത്തോ ഇതെന്തിനാ കിടന്നീ മൂങ്ങുണ്ട്? ഇതെത്ത ജമോ അന്റെ ഒരു കോലം. അനക്ക് ഓളൊത്തും തിന്നാണ്ടാക്കി തരില്ലേ? പൊണ്ണമ്പായക്കന്റെ മാരി തടിയുള്ള ചെക്കനേനും എത്താ പോന്റെ ഒരു കോലം നോക്കിക്കാണ് നിങ്ങള്. എല്ലാം തോലേക്കണു. ആര് ഇവനാ എല്ലും തോലും? അത് ചിന്ന കണ്ടിട്ട് കുറെ കാലായില്ലേ, അതുകൊണ്ടാണ്. തോന്നൊന്നല്ല എന്റെ ജമാലേ. ഇജിന്നിട്ട് ഒത്തും കൊടുത്തിട്ടില്ലേ? ഇജി ജിമ്മനാന്നും പറഞ്ഞാണ്ട് ഒത്തും തിന്നാണ്ട് നടക്കണ്ടാവും. എന്റെ പൊന്നാരെ പാത്തോ, ഞാനേ 2 ഇലം പായും 15 മുട്ടിയാണ് ഒരു ദിവസം തിന്നത്. ലാഹുല വല എങ്ങനെയൊക്കെ തീറ്റി പോയിട്ടുണ്ടാവും. ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇനി കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അതിന്റെ ആവശ്യം ഉണ്ടാ പാത്തോ? മാണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റെ പേരക്കാരെ നിൽക്കാൻ വരുമ്പോൾ ഒരു കാട്ടിയാണ്. നാളെ നിങ്ങൾ പെങ്ങൾ ഇവിടെ വന്ന് 2 മാസം നിന്നീനും അന്ന് നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലേനല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റെ പേരക്കാരെ കണ്ടുകൂടല്ലോ. അന്റെ പേരക്കാരെ ഫതിലൊന്നും ഏച്ചിവിടെ പറയാൻ നിൽക്കണ്ട. ജാക്കെ ചീഞ്ഞ് നാറും. ഇമ്മതിത്തിൽ നാക്കിയാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ശരി, എന്നാ ഇച്ചുണ്ട് നിങ്ങളെ പേരക്കാരെ പറ്റി കുറച്ച് പറയാൻ. എന്നാ ചീട് പറഞ്ഞോട്. അത് കഴിഞ്ഞിട്ട് മതി ഇനി ഇവിടെ ചായ അടിച്ചില്. ഇജ്ജ് നേരം വിളിക്കുമ്പോ തുടങ്ങിക്കണു ചോദിച്ചില്. നിങ്ങൾ രണ്ടാളൊന്നും നിർത്തുന്നുണ്ടോ? ജമാല് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ മുന്നത്തെ പല്ലും മീവം ഇവിടെ നിലത്ത് കിടന്നേ. ചായ കട്ടനല്ലേ ഇങ്ങോട്ട് കാട്ടെ. നിങ്ങൾക്കല്ലത് ഓൻക്കാ. നിനക്ക് വേണമെങ്കിലേ ഉണ്ടാക്കി കുടിച്ചോളി. അബുവിടെ മോളെ മോൻ ഇതുവരെ നീച്ചില്ലേ? ചിന്നോ ഇത് ഇപ്പച്ചൊരു ഗ്ലാസ് ചായ തുറന്ന. അല്ലളിയാ, സുന്നത്ത് കഴിച്ചാൽ മോളെ നിന്നിട്ട് ബാബു അറിഞ്ഞേക്കണ. പഠിച്ചോനെ നല്ല കഥ. ഓനെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഓനവിടെ കാണാണ്ടാവില്ല മോനെ. ഓനെ എത്തേലും ഒരു അടവ് പറഞ്ഞു കണ്ടി പെരീന്ന് പുറത്ത് ചാടിച്ചണം. എപ്പോഴാ വന്നിട്ട് പോണത്? അബുവിന്റെ കല്യാണത്തിന് ഡോക്ടർ ഒരു 10 മണിയാകുമ്പോഴത്തേനാണ് വരാൻ പറഞ്ഞോളൂ. വണ്ടി ഇപ്പൊ വരും. എന്നാ ഇപ്പൊ നേരം വെക്കണ്ട. പത്തോ അബുവിനെ വേഗം വിളിച്ചാളാ. തുണിയൊക്കെ വാങ്ങിക്കണില്ല അളിയാ? തുണി കുപ്പായൊക്കെ പുതിയത് വാങ്ങിക്കണു. കല്യാണം കഴിച്ച് ഇറങ്ങുമ്പോഴേ തുണി എടുത്ത് പോരാ നല്ലത്. അളിയ ദേ അബു പിറകിലുണ്ട് കേട്ടോ. ഞാൻ എന്നെ വിളിച്ചാ വരാൻ നിക്കേനി. ചിരിച്ചിണ്ടതോ? എന്നാ ജയ് മാറ്റിക്കാണ്ട് നിന്നോ. നമ്മക്കേ ഒരു സ്ഥലം വരെ പോവാണ്ട്. അതൊക്കെ ഉണ്ട്. നമ്മളെ സുബേർക്കാക്കപ്പ വരും. ഇജ്ജ് വേ മാറ്റിക്കൂടെ? മൂപ്പരെ കാറിലല്ലേ നമ്മള് പോണതേ. അനക്കെന്തെങ്കിലും വാങ്ങണം. ഈ ചെക്കനത്തെ പഠിച്ചോനെ പിരാന്തായ. സുബൈർ വരുന്നുണ്ട്. നമുക്ക് ഇറങ്ങാം. ഓൻക്കൊന്റെ വിഷ്ണുവിന്റെ അടുത്ത് പോവാണ്ടാവും. അതേ കാര്യം. എന്താ ബു നീ എന്താ വിളിച്ചേ? പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. ഇരിക്കാതെ കാര്യം പറയടാ. കല്യാണോ? അതെന്തിനാ ആമിയുടെ വീട്ടിലേക്ക് പോണേ? അന്റെ കല്യാണോ?
അതിന് നിനക്ക് കല്യാണ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ? ഒന്ന് പോടെ വിഷ്ണു, എനിക്ക് അസൂയല്ലേ? അതിന് പ്രത്യേകിച്ച് പ്രായം ആവണമെന്നൊന്നുമില്ല. എന്റെ വല്യമ്മ 10ാം വയസ്സിലെ കല്യാണം കഴിച്ചേ, പിന്നെ വെച്ച് കെട്ടിക്കൂടെ? ഇത് കരയണ്ടട്ടാ. അയ്യോ, എന്നിട്ട് നിന്നെ കല്യാണം കഴിക്കാൻ ആമിന് സമ്മതിച്ചോ? ആമിന എന്നോട് വല്യമ്മ കാതീസുമാനെ വരെ സമ്മതിപ്പിക്കാൻ ഐഡിയ ഈ ആബുവിന്റെ അടുത്തുണ്ട്. വിഷ്ണു, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പോട്ടെ. എല്ലാരും അവിടെ കാത്തു നിൽക്കണം. എനിക്ക് ഒരുങ്ങി സുന്ദരനായി പോവാനുള്ളതാ. അങ്ങനെ അനക്കും പെണ്ണ് സെറ്റായില്ലേ? ഞാൻ ട്രൈ ചെയ്തു. നീ ട്രൈ ചെയ്യാത്തത് എന്നെ കുഴപ്പമില്ലല്ലോ. അല്ല, വർത്താനം പറഞ്ഞിരുന്നു കുറേ നേരായി. പിന്നെ വിഷ്ണു, ഇനി സ്കൂൾ തന്നാൽ ഞാനും സ്കൂൾക്കൊന്നും ഉണ്ടാവില്ലട്ടാ. ഈ പൊട്ടന്റെ കല്യാണോ? അപ്പൊ ശരി, ഞാൻ പോട്ടെ. അബുക്കാക്ക പോട്ടെടാ കുട്ടാ, നന്നായിട്ട് പഠിക്കണേ. എന്തൊക്കെയാ വിഷ്ണു അബു പറഞ്ഞിട്ട് പോയേ? നിനക്ക് വല്ലതും മനസ്സിലായോ? അത് തന്നെ ഇപ്പൊ ഞാനും ആലോചിക്കുന്നത്. ഈ പ്രായത്തിലേക്ക് ആരെങ്കിലും കല്യാണം കഴിക്കുമോ? എന്റെ ചേച്ചിയൊക്കെ ഇപ്പോഴും പഠിക്കുകയാണല്ലോ. അവളെ കല്യാണമൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആ അബു അല്ലേ മണ്ടൻ. അവൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കേട്ടിട്ട് വന്നതാവും. ഏതായാലും നമുക്കേ അവന്റെ വീട്ടിലോടൊന്ന് പോയി നോക്കാം. ശരിയാ, ചിലപ്പോ അവിടെ ബിരിയാണിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലോ? നമുക്ക് വേഗം പോവാം. നിങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരുന്നോ, ഞാൻ പോവാ. ശരിയാ, നമുക്ക് വേഗം പോയി നോക്കാം. നല്ല ചിക്കൻ ബിരിയാണി കാണും. ആമിനാക്ക് സുഖല്ലേ സുബൈർ കാക്ക? സുഖം തന്നെയാണ് മോനെ. എന്തൊക്കെ മോന്റെ പാട്? വെക്കേഷനൊക്കെ ആണല്ലോ അല്ലേ? ഞാനിവിടെ അടിച്ചു പൊളിച്ചല്ലേ. ആമിന എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടാ? അന്നെ കുറിച്ച് പരാതി പറയാൻ തന്നെ ഒക്കെ നേരമുള്ളൂ. കിട്ടാനുള്ളത് കിട്ടിയില്ലേ? എനിക്ക് സമാധാനമായില്ല. നീ തൊള്ളി പൂട്ടിയോടിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാടാ. നീ ഇനി അത് കേട്ട് സങ്കടപ്പെട്ടിരിക്കണ്ട. ഇന്ന് നല്ലൊരു ദിവസമല്ലേ? അത് ശരിയാ. ഇത്ര നല്ലൊരു ദിവസേ എന്റെ ജീവിതത്തിൽ വരാല്ല. അത് നമ്മൾ തിരിച്ചു വരുമ്പോഴും പറയണേ അബു. എത്തങ്ങളെല്ലാരും കുത്തി പറയുന്ന പോലെ. കുത്തിയിട്ടില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇതൊക്കെ ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണല്ലോ. നമ്മളൊക്കെ രീതിയില് പോണത്. അമിനാന്റെ പെരീക്ക് പോവുന്ന രീതിയിലല്ലോ. ഏതാ മീനാന്റെ പെരീക്ക്? സുബൈർ കാക്കാന്റെ മോളെ പെരീക്കല്ലേ നമ്മൾ പോണത്. സുബൈർ കാക്കാന്റെ പെരീക്കോ? എത്തിന്? അതും കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം. എന്നാ ഞാൻ വണ്ടി ഇവിടെ നിർത്തട്ടാ. നമ്മളെല്ലാരും ഇറങ്ങിക്കോളി. ഇപ്പച്ചി, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? മിസ്റ്റർ ബീരാൻ, മോനെ ഇങ്ങോട്ട് കിടത്തിക്കോളൂ. എന്തിന്? അതിന് എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ബാപ്പാ, നിങ്ങൾ എന്തിനു കൊണ്ടുവന്നതാ? എന്നിട്ട് കൊല്ലാൻ കൊണ്ടുവന്നതാ? കൊച്ചിന്റെ കുട്ടി ആ ബെഡ്മൊക്കെ ഒന്നാണ് കിടന്നാ മതി. എനിക്ക് എത്താൻ വേണ്ടി ഇത് ഞാൻ വാങ്ങി തരണ്ടി. എന്റെ പട്ടി കിടക്കുക ബെഡ്മ. സുബൈറെ പുടിച്ചടാവനാ. വീരരാജമാലി മാമ, ഇതിനെയിലെ ഞങ്ങൾ രണ്ടാളും കൂടി എന്നെ പറ്റി പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലാ പഠിച്ചോനെ, ഇമ്മച്ചിയേ. നിങ്ങളെല്ലാരും പുറത്തോട്ട് പോയിക്കോളൂ. ഇപ്പച്ചിയെ ഇനി കൊണ്ടേക്കോളി, പോവല്ലി. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോളി അടിയാ. എന്തിനാ മോൻ കരയുന്നേ? ഇതൊരു ചെറിയ ഉറുമ്പരിക്കുന്ന വേദനയേ ഉണ്ടാവുള്ളൂ. ഈ ചക്ക വെട്ടണ കത്തിയോണ്ടാണോ നിങ്ങൾ എന്നെ വെട്ടാൻ പോണത്? മോൻ വലിയ തമാശക്കാരനാണല്ലോ. നല്ല കുട്ടിയായിട്ട് ഇരുന്നാലേ നമുക്ക് വേഗം പോവാം. പഠിച്ചോനെ, നിങ്ങൾ കാത്തോളി.